പോളിഷിങ്ങും പെയിൻറ്റിങ്ങും മറ്റു പരിപാടികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ അക്കൗണ്ടിൽ ആദ്യം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് നമ്മൾ പോളിഷ് ചെയ്യാനായിട്ട് കട്ടിങ് ഒക്കെ ചെയ്ത് അത് കണ്ടാലേ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തുമാത്രം മാറ്റങ്ങൾ അല്ലെങ്കിൽ ഡിഫറൻറ്റ് വന്നിട്ടുള്ളതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തുള്ളൂ. പിന്നെ ഇനിയും ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഗ്രില്ലുണ്ട്, വൈപ്പറുണ്ട്, 2 മിററുണ്ട്, അകത്ത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ കവറിങ് അതും കൂടെ വെക്കാനുണ്ട്. അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഡെലിവറി ചെയ്തേക്കാം. ഓക്കെ, ഏതായാലും ഇതിൻ്റെ അകം കൂടെ കാണിച്ചിട്ട് നേരത്തെ ഇതിനകം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഭയങ്കര അഴുക്ക് പിടിച്ചിരിക്കുമായിരുന്നു. അഴുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അതുപോലെ അഴുക്കായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഇന്ത്യൻ ഭാഗമൊക്കെ നമ്മൾ നല്ല നീറ്റാക്കിയിട്ടുണ്ട്, നല്ല പക്കാ ക്വാളിറ്റി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താ റൂഫൊക്കെ ആണെങ്കിലും നേരത്തെയൊക്കെ റൂഫൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അഴുക്കായിരുന്നു. ഇത് നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ട് എന്താണെന്ന് തീർച്ചയായിട്ടും കമൻ്റ് ഇട്, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ഇട്. അതുപോലെ തന്നെ പോളിഷിങ്ങോ പെയിൻറ്റിങ്ങോ ഡെൻറ്റിങ്ങോ അല്ലെങ്കിൽ മെക്കാനിക് പരമായിട്ടോ എന്ത് തന്നെ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫോൺ നമ്പർ ഇട്ടേക്കാം. താല്പര്യമുള്ളവർ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളേതായാലും നോക്കുക. ഏതായാലും